ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് തിരിച്ചറിയാനുള്ള കുറച്ച് സൈൻസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി എൻഡേഡ് ആയിട്ടുള്ളത് ഒരു ഫ്യൂച്ചറും ഇല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കുന്നത് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ അത്തരത്തിൽ ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് അല്ലാത്ത അല്ലെങ്കിൽ വളരെ ടൈം പാസിംഗ് ആയിട്ട് മാത്രം കാണുന്ന ഒരു റിലേഷൻഷിപ്പിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുള്ളത് ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എനിവേസ്, എന്തൊക്കെയാണ് ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പിന്റെ സൈൻസ് എന്നുള്ളത് നോക്കാം. ഏറ്റവും ആദ്യത്തെ സൈൻ എന്ന് പറയുന്നത് അവരൊരിക്കലും നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതൊരു ചെറിയ കാര്യമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമായിക്കൊള്ളട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളെ കൺസിഡർ ചെയ്യുകയും ഇല്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിലൊരു കൺസിഡറേഷനോ അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ, ഇത് രണ്ടും നിങ്ങൾക്ക് വളരെയധികം ആബ്സെന്റ് ആയിട്ടാണ് കിടക്കുന്നത്, അങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഏറ്റവും ഈസി ആയിട്ട് ഒരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ് നിലവിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം വളരെയധികം ജെന്യൂൻ ആയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വളരെ സത്യസന്ധമായി പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും ഒരു പ്രയോറിറ്റൈസിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെയും കൺസിഡർ ചെയ്യും, എല്ലാ കാര്യങ്ങളിലും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും അല്ലെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ കൺസിഡറേഷനോ അല്ലെങ്കിൽ പ്രയോറിറ്റൈസിങ് ഒന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. സെക്കൻഡ് സൈൻ, ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ റിലേഷൻഷിപ്പ് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള സംസാരം അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകാം അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ചോ റിലേഷൻഷിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ വാട്ട് ഈസ് ഫ്യൂച്ചർ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള ഒരു സംസാരമോ ഇങ്ങനെ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരിക്കില്ല, സംസാരവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളായിട്ട് അങ്ങനെയുള്ളൊരു സംസാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടോപ്പിക് എടുത്തുകൊണ്ട് സംസാരിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് അധികം സംസാരിക്കാനോ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ സൈൻ. ഇതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ആ റിലേഷൻഷിപ്പിനെ വളരെ ഡെഫിനറ്റ് ആയിട്ട് പറയുന്നില്ല. അതായത് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ആണ്, ഇനി ഫ്രണ്ട്സ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ലവർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ്, മാരേജ് ആണ്, ഇങ്ങനെ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് ആ റിലേഷൻഷിപ്പിന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ആ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് അവർ അർത്ഥമാക്കുന്നത് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇങ്ങനെ ടൈം പാസിംഗ് റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ആ റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതാണ് ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പിന്റെ രണ്ടാമത്തെ സൈൻ. ഇനി മൂന്നാമത്തെ സൈൻ, അവർ പലപ്പോഴും പല രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളതാണ്. പ്രധാനമായും രണ്ട് കാര്യം അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ വളരെയധികം സ്നേഹം പ്രകടിപ്പിക്കും, ചില ദിവസങ്ങളിൽ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ അത്ര ഇന്റിമേറ്റ് അല്ല എന്ന രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനമായിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ വളരെ തണുപ്പ് മട്ടിൽ പെരുമാറും, ചില സമയത്ത് വളരെയധികം സീരിയസ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോട് വളരെയധികം ഇമ്പോർട്ടൻസ് കാണിക്കുന്നുണ്ട്, അതിനെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള ബിഹേവിയർ. ഇത്തരത്തിൽ കൺസിസ്റ്റൻസി ഇല്ലാതെയാണ് എല്ലായ്പ്പോഴും പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആ വ്യക്തി ആ റിലേഷൻഷിപ്പിനെ അത്രയധികം സീരിയസ് ആയി എടുത്തിട്ടില്ല എന്നുള്ളതിന്റെ മറ്റൊരു സൈനാണ് ആ വ്യക്തി നിങ്ങളെ അവരുടെ പുറകിൽ ചേസ് ചെയ്യിപ്പിക്കും എന്നുള്ളത്. അതായത് എപ്പോഴും ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. നിങ്ങളാണ് എല്ലാ കാര്യത്തിനും ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടി വരുന്നത്. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും അവരെ കുറിച്ച് സംസാരിക്കാനാണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിലും ഒക്കെ നിങ്ങളാണ് എപ്പോഴും ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ എഫേർട്ട് എടുക്കുന്നത്, ടൈം കണ്ടെത്തുന്നത്. ഇത് കൂടാതെ അവരെ ചേസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അവർ കൂടുതലായി പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു ടൈം വേസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. ആ വ്യക്തി ഇപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലല്ല ആ റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പ് എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സൈൻ. നെക്സ്റ്റ്, നിങ്ങൾക്കൊരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് പോലെയാണ് നിങ്ങൾ നിലവിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി എന്ത് കാര്യവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളാണ് മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് ഒരു നാച്ചുറൽ ഗ്രോത്ത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എപ്പോഴും എഫേർട്ട് എടുക്കേണ്ടി വരുന്നു, നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റ് ഒരു സൈന്. ബിക്കോസ് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ആ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ റിലേഷൻഷിപ്പിലായിട്ടും നിങ്ങൾക്ക് ഒരു വൺ സൈഡ് റിലേഷൻഷിപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. നെക്സ്റ്റ് വൺ, ആ വ്യക്തിയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ വിവരങ്ങളൊന്നും നിങ്ങളുടെ പക്കൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് മറ്റൊരു സൈൻ. അങ്ങനെ നിങ്ങൾക്ക് അവരെ കുറിച്ച് കൃത്യമായ ഒരു ധാരണയില്ല, പൂർണ്ണമായ വിവരങ്ങളില്ല. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുന്ന സമയത്ത് എന്തൊക്കെയോ അറിയാം എന്നാൽ ഒന്നും അറിയില്ല, അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ, അതായത് അവരെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻസ് പോലും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്നില്ല, കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാലും അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. ആ വ്യക്തി ആ റിലേഷൻഷിപ്പിലേക്ക് അത്രയധികം ഇൻവോൾവ്ഡ് ആകാൻ സ്റ്റിൽ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ളത്. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അതൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഒരുപാട് ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഈ കാര്യം നമുക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ കുറെ ഒരു എത്രത്തോളം നേരത്തെ അറിയാൻ സാധിക്കുമോ അത്രത്തോളം നല്ലതായിരിക്കും. ബിക്കോസ് ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കുന്ന, അതിനു വേണ്ടി കൂടുതൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു വിഷമം വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സ്വയം സേവ് ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ടൈം പാസിംഗ് റിലേഷൻഷിപ്പ് ആണ് അത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ സാധിക്കും. എനിവേസ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈം പാസിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. Thank you.